മാജിക് നോവലിലേക്ക് സ്വാഗതം. പട്ടുറുമാൽ അവസാന ഭാഗം. എന്താണ് മാമി, എന്താ? ജലാൽ ചോദിച്ചു. അത് ആസിക്ക് പറയാൻ കഴിഞ്ഞില്ല. അവർ പൊട്ടിക്കരഞ്ഞുപോയി. മരുമകൻ്റെ മുൻപിൽ ആദ്യം തന്നെ താൻ തീരെ ചെറുതാക്കപ്പെട്ടതുപോലെ. താൻ പ്രശ്നക്കാരിയാണെന്ന് ജലാൽ ധരിക്കുമോ? അവർ അകത്തേക്കോടി. രചന അനീസയോട് പറഞ്ഞു, താത്ത പോയി കിടന്നോളൂ, ഇത് സാരമാക്കണ്ട. അവളുടെ മിഴികളും നിറയുകയായിരുന്നു. അവളും അകത്തേക്ക് പോയപ്പോൾ ജലാൽ അനീസയെ നോക്കി. ആ മിഴികളും നിറയുന്നു. അവളെ ചേർത്ത് പിടിച്ചു. കരയാതെ വരൂ. വീണ്ടും മണിയറയിലേക്ക് നടക്കുന്ന ജലാലിൻ്റെ ചുമലിലേക്ക് അവളും തല ചായ്ച്ചു. പിറ്റേ ദിവസം തന്നെ ജലാലിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെത്തി. അവർ പോകുമ്പോൾ മണവാളനെയും മണവാട്ടിയും ഒപ്പം കൊണ്ടുപോയി. അവരുടെ കാർ നീങ്ങിക്കഴിഞ്ഞ പാടെ ആസ്യ അപ്പുറത്തെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയി. അത്രയും സമയം വീർപ്പുമുട്ടി പിടയുകയായിരുന്നത് പോലെ. സന്ധ്യ കഴിഞ്ഞ സമയം. അനീസ മനസ്സിൻ്റെ സിറ്റൗട്ടിൽ അങ്കലപ്പാടെ രചന ആ പോക്ക് നോക്കി നിന്നു. ഉമ്മ ഇത് എന്തു ഭാവിച്ചാണ്? എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? വരാന്തയിലേക്ക് വരികയായിരുന്നു വഹാബ്. അയാളും ഒന്ന് അന്താളിച്ചു പോയി. വരാന്തയിൽ നിൽക്കുന്ന ആസയെ കണ്ടപ്പോൾ. എൻ്റെ മോളുടെ നിക്കാഹ് നടത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? വഹാബ് പുഞ്ചിരിച്ചു. നന്ദി പറയാൻ വന്നതല്ല ഞാൻ, ഒരു നിർദ്ദേശം കൂടി ചോദിക്കാനാണ്. ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് കരുതരുത്, ആസി പറഞ്ഞു. പറയൂ. എനിക്ക് അയാളിൽ നിന്നൊരു വിടുതൽ വേണം. യെസ്, ഐ മീൻ ഡൈവോഴ്സ്. അയാൾ അനീസയുടെ നിക്കാഹിന് മാഡം ക്ഷണിക്കാതിരുന്നിട്ടും കൂടി വന്നില്ലേ? അവകാശത്തോടെ എല്ലാം ചെയ്തില്ലേ? പിന്നെന്തിനൊരു ഡൈവോഴ്സ്? ഇനിയും ഒരു കുട്ടി കൂടി ഉണ്ടല്ലോ, അവളുടെ കാര്യം നടക്കണ്ടേ? വഹാബ് ചോദിച്ചു. അതുതന്നെയാണ് എൻ്റെയും പ്രശ്നം, ആസ്യ പറഞ്ഞു. അനീസയുടെ നിക്കാഹ് അവസാനമാക്കിയെടുത്ത അയാൾ വീടിനുള്ളിൽ കയറിപ്പറ്റാനാണ് വന്നത്. അയാളുടെ ലക്ഷ്യങ്ങൾ പലതാണ്. ഇത്രയും വർഷങ്ങൾ അകന്നു നിന്നു. ഡൈവോഴ്സിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ആവശ്യമുണ്ടെന്ന് തോന്നിയുമില്ല. എന്നാൽ എൻ്റെ ആ തോന്നൽ തെറ്റാണെന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം ബോധ്യമായി. കഴിഞ്ഞ ദിവസം അയാൾ വന്നു. അയാളെ തടയാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം നിയമപ്രകാരം അയാൾ ഇന്നും എൻ്റെ ഭർത്താവാണ്. ക്ഷണിക്കപ്പെട്ടവർക്ക് മുമ്പിൽ ഞാൻ അയാളെ വിലക്കാൻ ചെന്നാൽ അപമാനിക്കപ്പെടുക ഞാൻ തന്നെയാവും. അലങ്കോലപ്പെടുന്നത് എൻ്റെ പൊന്നുമോളുടെ നിക്കാഹും. അത് പാടില്ലെന്ന് തോന്നി. അത് അയാൾ ലാക്കെന്ന് കണ്ടു. അമർഷത്തോടെ കിതപ്പോടെ അവർ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചിരുന്നു. രചനയുടെ നിക്കാഹിന് അയാൾ വരാൻ പാടില്ല, അവകാശം കാട്ടാൻ പാടില്ല. അതിന് എനിക്ക് സഹായം വേണം, നിങ്ങളുടെ. വഹാബ് ഒന്ന് പുഞ്ചിരിച്ചു പോയി. അയാൾ ചോദിച്ചു, അയാൾ ബാപ്പയല്ലേ? ആ അവകാശം എങ്ങനെ നിഷേധിക്കാനാണ്? അയാൾ ആഗ്രഹിച്ചിട്ട് ബാപ്പയായതല്ല, ഞാൻ പ്രസവിച്ചു പോയി, അതുകൊണ്ട് അയാൾ ബാപ്പയായി. ജന്മം നൽകിയതുകൊണ്ട് അയാൾ ബാപ്പയായിരിക്കാം, രക്തബന്ധം കൊണ്ട് മാത്രം. എന്നാൽ ഗർഭബന്ധത്തിൽ അയാൾ ബാപ്പയല്ല, അതിന് യോഗ്യനുമല്ല. ഒരിറ്റ് സ്നേഹമോ, ഒരു മുഴം തുണിയോ, ഒരു നേരത്തെ ആഹാരമോ, ഒരു പെൻസിൽ തുണ്ടോ പോലും മേടിച്ചു കൊടുക്കാത്ത അയാൾ എങ്ങനെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ബാപ്പയാകും? ആസയുടെ ശബ്ദം ഉയർന്നു. നിക്കാഹിൻ്റെ സമയത്ത് അയാൾ വന്ന് കൈ പിടിച്ചു മണവാളിനെ സ്വീകരിച്ചു. എന്ത് കടമയുടെ പേരിൽ? ഒരു വ്യാഴവട്ടത്തിന് മുമ്പ് ഇറങ്ങിപ്പോന്നു ഞാൻ. ഇതിനോടകം എന്തുകൊണ്ട് ഒരിക്കൽ പോലും മക്കളോടുള്ള കടമ ഓർമ്മ വന്നില്ല? തെല്ല് കടുത്ത സ്വരത്തിൽ ആസ്യ തുടർന്നു. ബാപ്പ കൈ പിടിച്ചു കൊടുത്താൽ മാത്രമേ ഒരു നിക്കാഹ് നടക്കുകയുള്ളൂ എങ്കിൽ പറയൂ, ഇത്തരം ഒരു ബാപ്പയ്ക്ക് മകളുടെ നിക്കാഹ് നടത്താൻ എന്തവകാശം? കൈ പിടിക്കലും നിക്കാഹ് നടത്തലും മാത്രമാണോ ഒരു ബാപ്പയ്ക്ക് സ്വന്തം മകളോടുള്ള കടമ? ആണെന്ന് ആരൊക്കെ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കാൻ തയ്യാറല്ല. വഹാബ് അവരെ നിർനിമേഷമായി നോക്കി നിന്നു. ആ കടമ കഴിഞ്ഞിട്ടും അയാൾ പോയില്ല. മകളുടെ നിക്കാഹിനു വേണ്ടി വീടിനുള്ളിൽ കയറിപ്പറ്റിയ അയാൾക്കായി ഇനി ഞാൻ മെത്ത വിരിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരിക്കാം. വഹാബ് മൂളി. ഞാൻ അവഗണിച്ചു, വല്ലാതെ. എന്നിട്ടും അയാൾ പ്രതികരിച്ചില്ല, പോയതുമില്ല. അയാൾ ക്ഷമയുണ്ടായിട്ടവനല്ല, പാവം ആയിട്ടുമല്ല. വ്യക്തമായ കണക്കുകൂട്ടലുണ്ട് അയാൾക്ക്. പണത്തോടുള്ള ആർത്തിയും. ബാപ്പയുടെ സ്ഥാനം വെച്ച് ജലാലിനോട് പണം വാങ്ങാം. ദീർഘമായി നിശ്വസിച്ച ആസ്യ തുടർന്നു. അതിലും വലിയ പ്രശ്നം മറ്റൊന്നാണ്. റിട്ടയർ ആകുമ്പോൾ ഞാൻ സർട്ടിഫൈ ചെയ്യുന്ന ഭർത്താവിൻ്റെ ഫോട്ടോ ഇയാളുടേതാണ്. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, റിട്ടയർ ആകുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇത്രയും വർഷത്തെ എൻ്റെ സർവീസ് ആനുകൂല്യം മുഴുവൻ അയാൾ എടുക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചില്ലി പൈസ കൊടുക്കില്ല. അതുകൊണ്ട് നോമിനിയായിട്ടുള്ള അയാളുടെ പേര് നീക്കിയേ പറ്റൂ. ഇതൊക്കെ ആസയുടെ തെറ്റായ ധാരണയാണെങ്കിലോ? വർഷങ്ങൾ ഇത്രയും കടന്നു, മക്കൾ പ്രായമായി. ഇനിയിപ്പോൾ പണം അയാളുടെ കയ്യിൽ എത്തിയാൽ പിന്നെ
അത് സ്വന്തം മക്കൾക്ക് കൊടുക്കുകയല്ലാതെ അയാൾ അതുകൊണ്ട് എന്തു ചെയ്യുമെന്നാണ് പറയുന്നത്? വഹാബ് പറഞ്ഞു നോക്കുകയാണ്. ആസിയയുടെ കണ്ണുകളിൽ ഒരു കനൽ കത്തിപ്പടർന്നു. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. അയാളത് സ്വന്തം മക്കൾക്ക് കൊടുക്കും, സംശയമില്ല. പക്ഷെ അത് എൻ്റെ അനീസയ്ക്കും രചനയ്ക്കും ആവില്ല. പിന്നെ അയാളുടെ ഇപ്പോഴത്തെ ഭാര്യയ്ക്കും മക്കൾക്കുമായിരിക്കും. അവരാണ് ഇപ്പോൾ അയാളോടൊപ്പം തറവാട്ടിൽ. പടച്ച തമ്പുരാനെ, ഇപ്പോഴും ഞാൻ അയാളെ വീടിനുള്ളിൽ കയറ്റാത്തത് എന്തെന്ന് മനസ്സിലായോ? വഹാബിന് നാവിറങ്ങി. ഞാൻ പോന്നതിന് ശേഷം പലർ വന്നു അവിടെ. അവസാനം വന്നവൾ അയാളുടെ കഴുത്തിൽ തൂങ്ങി. ഒരു മകളുണ്ട്. നെറികെട്ടവൻ. വഹാബ് വിളിച്ചുപോയി. ഇനി പറയൂ, എന്നെ സഹായിക്കാമോ എന്ന് ഡൈവോഴ്സിന്? വഹാബ് മൂളി. കുടുംബ കോടതിയിലാണ് വഹാബ് പോയത്. ആസിയ ബീവിയെക്കുറിച്ച് എല്ലാം പറഞ്ഞു. അവരുടെ ജീവിതകഥ മുഴുവൻ. ഇപ്പോൾ ഈ വിവാഹമോചനത്തിൻ്റെ ആവശ്യകതയും. ഒരു സ്ത്രീയാണ് വഹാബിൻ്റെ എല്ലാ സംസാരവും ശ്രദ്ധിച്ചു കേട്ടത്. അഡ്വക്കേറ്റ് ശ്യാമള പ്രഭാകരൻ. അവർ മറ്റ് അഡ്വക്കേറ്റ്സുമായി ചർച്ച ചെയ്തു. ആസിയ ബീവി വന്ന് പെറ്റീഷൻ നൽകാൻ ആവശ്യപ്പെട്ടു. വഹാബ് വിവരം പറഞ്ഞു. അയാളോടൊപ്പം ആസിയ ബീവി ചെന്നു. തൻ്റെ ചരിത്രം ആവർത്തിച്ചു പറഞ്ഞു പെറ്റീഷൻ നൽകി. കോടതിയിൽ നിന്ന് അബ്ദുൽ സമദിന് സമൻസ് എത്തി. കോടതി മുമ്പാകെ ഹാജരാകാൻ അബ്ദുൽ സമദ് എത്തി. അയാൾ പക്ഷേ ആസിയ പറഞ്ഞതെല്ലാം നിരസിച്ചു. ഞാനൊരു കൂലിപ്പണിക്കാരനായിരുന്നു, അത് മറച്ച് അവളെ നിക്കാഹ് ചെയ്തു. അതുമാത്രമാണ് എൻ്റെ ഭാഗത്തെ തെറ്റ്, അബ്ദുൽ സമദ് പറഞ്ഞു. അവിടെ നിന്ന് തുടങ്ങിയ പൊരുത്തക്കേടാണ്. മക്കളെയും കൂട്ടി വഴക്കിട്ട് അവൾ ഇറങ്ങിപ്പോയി. എപ്പോൾ വന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, ഇപ്പോഴും അതെ. പക്ഷേ അവിടെ നിങ്ങൾക്കിപ്പോൾ വേറെ ബീവിയും കുട്ടിയുമില്ലേ? അഡ്വക്കേറ്റ് ശ്യാമള പ്രഭാകരൻ ചോദിച്ചു. അതൊരു തെറ്റാണോ സാർ? ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നു, എനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നി. അഡ്വക്കേറ്റ് എത്ര പറഞ്ഞിട്ടും അയാളുടെ വാദത്തിൽ ഉറച്ചു നിന്നു. ഒരു ദിവസം ആസിയ ബീവിയെ വിളിപ്പിച്ച് അഡ്വക്കേറ്റ് പറഞ്ഞു, പരസ്പരം പല കാരണങ്ങളാൽ വഴക്കിട്ട് പിരിയാൻ വേണ്ടി പലരും ഇവിടെ വരാറുണ്ട്. പക്ഷേ പ്രശ്നം മനസ്സിലാക്കി സോൾവ് ചെയ്ത പല ദമ്പതികളെയും ഒരുമിപ്പിച്ചാണ് ഞങ്ങൾ ഇവിടുന്ന് വിടുക. മിസ്റ്റർ അബ്ദുൽ സമദിന് ഡൈവോഴ്സിന് താല്പര്യമില്ല. ആ സ്ഥിതിക്ക് ഒന്നുകൂടി ചിന്തിച്ചിട്ട് പോരെ? നോ സാർ, അയാൾ ഭർത്താവാണെന്നൊരു ലേബൽ എനിക്കോ ബാപ്പയാണെന്നൊരു ലേബൽ മക്കൾക്കോ ഇനി ആവശ്യമില്ല, ആസിയ ബീവി വീണ്ടും തറപ്പിച്ചു പറഞ്ഞു. വീണ്ടും ഒരു ദിവസം ഇരു കക്ഷികളുടെയും വാദം ഒരുമിച്ച് കേൾക്കാൻ കോടതി തീരുമാനിച്ചു. മക്കൾ പ്രായപൂർത്തിയായതിനാൽ അവരുടെ അഭിപ്രായം കേൾക്കണമെന്നായി. ഒരു മകൾ വിവാഹിതയായി. ഇനിയുള്ള മകൾക്ക് തീരുമാനിക്കാൻ അവകാശമുണ്ട്. ഉമ്മയുടെ കൂടെ താമസിക്കണോ ബാപ്പയുടെ കൂടെ പോകണോ എന്ന്. ആ അവകാശത്തെ നിഷേധിക്കാനാവില്ലല്ലോ. ഹിയറിംഗ് ദിവസം വന്നു. ജലാലിനെ വിവരം അറിയിച്ചതിനാൽ അനീസ കോളേജിൽ പോകാതെ രാവിലെ തന്നെ അനീസ മനസ്സിലെത്തി. ജലാൽ തൻ്റെ കാറിൽ അവളെ കൊണ്ടുവിടുകയായിരുന്നു. ബോബി എന്ന ഒരുവനെ താൻ കണ്ടുമുട്ടിയിരുന്നില്ല എന്നും ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല എന്നും തോന്നും ഇപ്പോൾ അവളുടെ മുഖത്തെ സന്തോഷവും ഭാവവും കണ്ടാൽ. അത്രയേറെ മാറ്റം വന്നിരിക്കുന്നു അവളിൽ, അത്രയേറെ ആഹ്ലാദവും. ആ മാറ്റം ആസിയെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു. താൻ പകുതി ജയിച്ചതായി അവർ കരുതി. തൻ്റെ പരിശ്രമങ്ങൾ പാഴായിട്ടില്ലെന്ന് തോന്നൽ. ഇനി രചനയുടെ കാര്യമാണ്. സുബൈറിനെ അവൾ ജീവനിൽ ഉപരി സ്നേഹിക്കുന്നു. അവൻ വന്ന് വിളിച്ചാൽ അവൾ പോകും. ബാപ്പയോടും അവൾക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അയാൾക്കും അവളോട് സ്നേഹമാണ്. അതുകൊണ്ട് അയാൾ സുബൈറിനെ പിരികേറ്റും. ഇവിടെ വന്ന് വിളിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുമായിരിക്കും. ആസിയയ്ക്കിപ്പോൾ ആ ഓർമ്മ ഒരു പ്രശ്നമായി തോന്നുന്നില്ല. രജനിയെ തടയണമെന്നോ ഇറക്കി വിടണമെന്നോ തോന്നുന്നില്ല. എന്തോ മനസ്സിന് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. പൊട്ടിത്തെറിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടുവെന്ന തോന്നൽ. അനീസയും ആസിയയും രജനിയും കോടതിയിൽ തൻ്റെ കാറിൽ ജലാൽ തന്നെയാണ് കൊണ്ടുപോയി വിട്ടത്. അയാൾ അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് പോയി. ഇരുഭാഗത്തെയും മൊഴി കോടതി കേട്ടു. അബ്ദുൽ സമദ് അയാളുടെ വാദത്തിൽ തന്നെ ഉറച്ചു നിന്നു. ആസിയ തൻ്റെ വാദത്തിലും. ഒരു തീരുമാനത്തിലാവാതെ കോടതി കുഴങ്ങി. ഒടുവിൽ അബ്ദുൽ സമദ് രജനിയെ നോക്കി. അവളുടെ മുഖത്തും അലിവും സ്നേഹവും കണ്ടു. അയാൾ കോടതിയോട് പറഞ്ഞു, എനിക്ക് 2 മക്കളുണ്ട്. അതാ ആ നിൽക്കുന്നവർ. ഒരാൾ വിവാഹിതയായി, ഒരു മകൾ വിവാഹിതയായിട്ടില്ല. ബാപ്പ വേണോ വേണ്ടയോ എന്ന് അവർ പറയട്ടെ. അയാൾ തുടർന്നു, അവർ പറയുന്നത് എന്തു തന്നെയായാലും എനിക്ക് സ്വീകാര്യമാണ്. ആദ്യം മൊഴിയെടുത്തത് അനീസയുടേതാണ്. തൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ താൻ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ എല്ലാ ദുരന്ത സത്യങ്ങളും അവൾ കോടതി മുമ്പാകെ പറഞ്ഞു. തൻ്റെ പിതൃത്വം നിഷേധിച്ചതുവരെ. അടുത്തത് രചനയുടെ ഊഴമായി. അബ്ദുൽ സമദിനും അനീസയിൽ പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ രചന മോൾ, അവൾക്ക് തന്നെ തള്ളിപ്പറയാനാവില്ല. രചന മൊഴി കൊടുക്കാൻ തയ്യാറായി. ഞാൻ ആ നിൽക്കുന്ന ബാപ്പയുടെ മകൾ തന്നെയാണ്. എൻ്റെ പിതൃത്വം അദ്ദേഹം ഒരിക്കലും നിഷേധിച്ചിട്ടുമില്ല. അബ്ദുൽ സമദിൻ്റെ മുഖം വിടർന്നു.
അഭിമാനത്തോടെ അയാൾ തലയുയർത്തി. ദീർഘമായൊരു നിശ്വാസത്തോടെ അവൾ തുടർന്നു. ജനിച്ചിട്ട് ഇന്നോളം തിരിഞ്ഞു നോക്കാതെ മക്കളെ കോടതി കയറ്റി വിസ്തരിക്കാനും അവകാശം പുനഃസ്ഥാപിക്കാനും മാത്രം വന്ന ആ മനുഷ്യൻ എൻ്റെ ബാപ്പയാകുന്നതിൽ എനിക്കിപ്പോൾ ഒട്ടും അഭിമാനമില്ല. ആ മനുഷ്യനോടൊപ്പം താമസിക്കുന്നതും എനിക്കിഷ്ടമല്ല. അബ്ദുൽ സമദ് വിളറി വിയർത്തുപോയി. ആസിയ ബേബി അവിശ്വസനീയതയോടെ രജനിയെ നോക്കി. അനീസയെ വിവാഹമോചനത്തിന് കോടതി വിധിച്ചു. അന്ന് വൈകിട്ട് അനീസ മനസ്സിൽ ഫോൺ ശബ്ദിച്ചു. ആസിയ ബേബി റിസീവർ എടുത്തു. മാമി, ഇത് ഞാനാണ്, സുബൈർ. ആസിയ ബീവിയിൽ ഒരു നടുക്കം. എനിക്ക് രജനിയോടൊന്ന് സംസാരിക്കണം. സുബൈറിൻ്റെ അക്ഷോഭ്യമായ സ്വരം. ആസിയ ബീവി അങ്ങനെ തന്നെ നിന്നു അല്പസമയത്തേക്ക്. സ്വയം അടക്കാൻ പാടുവിടുന്ന മട്ടിൽ റിസീവർ മാറ്റിവെച്ചവർ രജനിയുടെ മുറിയിലേക്ക് വന്നു. നിനക്കാണ് ഫോൺ, ആ സുബൈറാണ്. രജന ഞെട്ടിത്തിരിഞ്ഞുപോയി. ആസിയ ബീവി തിരിഞ്ഞു നിൽക്കുന്നു. ഏതോ പേപ്പർ മേശമേൽ തിരിയുന്ന ഭാവത്തിൽ അവൾ ചാടി എണീറ്റു. പരിഭ്രമത്തോടെ അല്പസമയം നിന്നു. ഒടുവിൽ നടന്നു അടുത്ത മുറിയിലേക്ക്, ഹാളിലേക്ക്. ഉടലാകെ ഒരു വിറയൽ. റിസീവർ എടുത്തു. ഹലോ. വിറയാർന്ന സ്വരം. രജന. സുബൈറിൻ്റെ വിളി. ഒരുപാട് സ്നേഹം, അമിതമായ ഉത്കണ്ഠ, കുറ്റപ്പെടുത്തൽ, സങ്കടം ഒക്കെ നിറഞ്ഞു തുളുമ്പുന്ന വിളി. നീ ബാപ്പയെ തള്ളി പറഞ്ഞു അല്ലേ രജന? സുബൈറിൻ്റെ അതേ ഭാവങ്ങൾ നിറഞ്ഞ ചോദ്യം. മാമ, അതൊട്ടും പ്രതീക്ഷിച്ചതല്ല രജന. ആൾ തകർന്നുപോയി. രജന കണ്ണുകൾ അടച്ചു പിടിച്ചു. മറുപടി പറഞ്ഞില്ല. ഇനി എന്നെ നീ നിഷേധിക്കുമോ രജന? മറുപടിയില്ല. പറയൂ, എന്നെ തള്ളി പറയുമോ? രജന കണ്ണുകൾ ഇറുകെ അടച്ചു പിടിച്ചു. പല്ലുകൾ കൂട്ടിക്കടിച്ചു പിടിച്ചു. രജന, പറയാൻ. ഞാൻ വന്ന് വിളിച്ചാൽ ഇറങ്ങി വരുമെന്നും. സുബൈറിൻ്റെ ശബ്ദം ഉയർന്നു. രജന റിസീവർ വെച്ചു. കണ്ണുകൾ ഇറുക്കെ പൂട്ടി അങ്ങനെ തന്നെ നിന്നു അവൾ. അന്നത്തെ പോസ്റ്റ് വന്നത് പൊട്ടിക്കുകയായിരുന്നു ആസിയ ബീവി. അതിനിടയിലാണ് കണ്ടത് ട്രാൻസ്ഫർ ഓർഡർ. കോഴിക്കോട്ടേക്ക് വഹാബിന്. അതും റിക്വസ്റ്റഡ് ട്രാൻസ്ഫർ ഓർഡർ. അടിയേറ്റതുപോലെ ആസിയ ബീവി തരിച്ചിരുന്നു പോയി. ഏതാനും നിമിഷത്തേക്ക്. അത്രയ്ക്ക് അപ്രതീക്ഷിതമായിരുന്നു അത്. ഓഫീസ് കോപ്പിയാണ്. ആസിയ ബീവി അതൊന്നുകൂടി വായിച്ചു. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് ചാലുകളായി താഴേക്കൊഴുകി താടിയിലെത്തുന്നതിന് മുൻപ് അവർ അത് തുടച്ചു കളഞ്ഞു. ബെല്ലടിച്ചു. രാജനെത്തി. ആ JS വരാൻ പറയൂ. കുറച്ച് നാളായി കടിച്ചു കീറുന്ന കടുവയുടെ ഭാവമില്ല ആസിയ ബീവിക്ക്. അത് ഓഫീസിൽ സംസാര വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാജൻ്റെ മുഖവും സൗമ്യമായിരുന്നു. ശരി മാഡം. അയാൾ പോയി. വഹാബിനോട് വിവരം പറഞ്ഞു. ഏതാണ്ടൊരു പേപ്പർ കയ്യിലുണ്ട് സാറേ. ഇഷ്ടത്തിൽ വല്ലാണ്ട് വരണ്ടിരിക്കുക. സാറ് ചെല്ലാൻ പറഞ്ഞു. വഹാബ് ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ അറിഞ്ഞു രാജൻ പറഞ്ഞത് ശരിയാണെന്ന്. ആസിയ വരണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. വഹാബിനെ കണ്ടപ്പോൾ ഇരിക്കാൻ ആംഗ്യം കാട്ടി. വഹാബ് ഇരുന്നു. ആസിയ ഓർഡർ കൈ വെച്ച് നീട്ടി. അത് നോക്കി വാങ്ങിയ വഹാബും ഒന്ന് വിളറി. എന്തിനായിരുന്നു ഇപ്പോഴിങ്ങനെ ഒരു ട്രാൻസ്ഫർ? ആസിയ ബീവിയുടെ സ്വരം തീരെ തളർന്നിരുന്നു. വഹാബ് മറുപടി പറഞ്ഞില്ല. ആ പേപ്പറിലേക്ക് മിഴികൾ നട്ട് അങ്ങനെ ഇരുന്നു. 1 വർഷം പോലും ആയിട്ടില്ല ഇവിടെ വന്നിട്ട്. ആസിയ വീണ്ടും പറഞ്ഞു. ഇപ്പോൾ ഉടനെ ഇങ്ങനെ തോന്നിയത് ഇപ്പോഴല്ല. വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നി ഇവിടെ നിൽക്കണ്ടാന്ന്, എങ്ങോട്ടെങ്കിലും പോകണമെന്ന്. വഹാബ് ശബ്ദം താഴ്ത്തി. ഇപ്പോഴും ആ തോന്നലുണ്ടോ? ഇപ്പോഴെന്താ വ്യത്യാസം? വഹാബ് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അല്ല, പുനഃപരിശോധിക്കാൻ സമയമുണ്ടെന്നു. ഇല്ല, റിക്വസ്റ്റ് ആയതിനാൽ ജോയിനിങ് ടൈം തീരെയില്ല. മിച്ച സമയമില്ല. നിങ്ങൾ പോകരുതെന്ന് പറയാൻ എനിക്ക് അധികാരമില്ല. ആസിയയുടെ സ്വരം തീരെ താഴ്ന്നു. പക്ഷേ നിങ്ങൾ പോകരുത് എന്നെൻ്റെ മനസ്സ് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നുവരെ? വഹാബ് ചോദിച്ചു. ഞാൻ പോകണ്ട എന്ന് നിങ്ങളുടെ മനസ്സ് എത്ര നാൾ പറയും? ആസിയയുടെ മിഴികളിൽ ഉത്തരമില്ലാത്തൊരു ഭാവപകർച്ചയുണ്ടായി. ഇനിയും ഒരു മകൾ കൂടിയുണ്ട്. അവളെയും ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതുവരെ മതിയോ അയൽവക്കത്ത് സെക്യൂരിറ്റി? ആസിയയുടെ മുഖം കുനിഞ്ഞു. അതോ അതിനുശേഷം തനിയെ ഉറങ്ങേണ്ടി വരുന്ന മാഡത്തിനും? നോ. ആസിയ ബീവിയുടെ മിഴികളിൽ പെട്ടെന്ന് തീരുമാനത്തിൻ്റെ ഉറപ്പുണ്ടായി. നോ. ഒരു നിമിഷത്തേക്ക് എൻ്റെ മനസ്സ് ചഞ്ചലപ്പെട്ടു. സോറി. പോകരുതെന്ന് ഞാൻ പറഞ്ഞത് സ്വാർത്ഥതയായി പോയി അല്ലേ? എഗെയിൻ സോറി. ആസിയ ബീവി മുന്നോട്ട് തെല്ലാഞ്ഞിരുന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരിക്കൽ കുറുങ്ങുവിലങ്ങിട്ടവളാണ് ഞാൻ. ഇനി അതുണ്ടാവില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാം, എന്തും ചെയ്യാം. വഹാബ് അവരുടെ മിഴികളിലേക്ക് ഒന്നു നോക്കി. പോകരുതേ പോകരുതേ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ആ മിഴികൾ. പക്ഷേ നാവേറ്റു പറയുന്നതോ ഇഷ്ടം പോലെയെന്ന്. മധ്യവയസ്സിലെത്തിയിരിക്കുന്നു അവർ. 13ഓളം വർഷമായി ഒറ്റയ്ക്ക്. ഇപ്പോൾ ബന്ധന വിമുക്തി നേടിയിരിക്കുന്നു. എന്തിനായിരുന്നു അത്? തന്നിൽ നിന്ന് ഒരു സാന്ത്വനം തേടിയായിരുന്നില്ലേ? പക്ഷേ അവർ പറയുന്നതോ ഇഷ്ടം പോലെയെന്ന്. ഇഷ്ടം പോലെ
എന്താണ് തൻ്റെ ഇഷ്ടം? വഹാബ് എഴുന്നേറ്റു. ക്യാബിനിൽ നിന്ന് പുറത്തു വന്നു. നിമിഷം കൊണ്ട് ആ വാർത്ത ഓഫീസിൽ നിറഞ്ഞു. വഹാബ് ട്രാൻസ്ഫർ ആകുന്നു. ഇത്ര പെട്ടെന്നോ? 1 വർഷം പോലും ആകുന്നതിന് മുമ്പ് ഇതെന്ത് കളി? വൈകുന്നേരം ആസിയ അനീസ മനസ്സിലെത്തുമ്പോൾ 2 വിരുന്നുകാർ, സുഹറയും റഷീദും, അബ്ദുൾ സമദിന്റെ പെങ്ങളും അളിയനും, സുബൈറിന്റെ ഉമ്മയും ബാപ്പയും സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. രജന അകത്തുണ്ട്. ആസിയയെ കണ്ടതോടെ ഇരുവരും എഴുന്നേറ്റു. പലയിടങ്ങളിലും യാദൃച്ഛികമായി പലപ്പോഴും കണ്ടിട്ടുണ്ട്. സംസാരിക്കാനോ സ്നേഹം പുതുക്കാനോ ശ്രമിച്ചിട്ടില്ല. അയാളുമായി ബന്ധമുള്ള എല്ലാവരെയും അവഗണിക്കാനായിരുന്നു ഇന്നോളം ശ്രമിച്ചത്. ഇരിക്കൂ, ആസിയ പറഞ്ഞു. അവർ വീണ്ടും ഇരുന്നു. തെല്ല ആശ്വാസത്തോടെ. കാണുന്ന പാടെ ഇറങ്ങിപ്പോകൂ എന്ന് അലറുമെന്നാണ് ഭയന്നിരുന്നത്. അതുണ്ടായില്ലല്ലോ. ആസിയയും അവർക്കെതിരെ ഇരുന്നു. ഞങ്ങൾ വന്നത് റഷീദാണ് തുടങ്ങിയത്. ആസിയ അയാളെ നോക്കി. ബാക്കി പറഞ്ഞത് സുഹറയാണ്. എൻ്റെ മോൻ സുബൈർ, അവന് രജന മോളെ ജീവനാണ്. അറിയാം, ആസിയ ഗൗരവത്തിൽ പറഞ്ഞു. ഇത്ത, ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരിക്കലും ഒരലോഹ്യത്തിനും വന്നിട്ടുമില്ല. ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകണമെന്ന് ആശിച്ചിട്ടുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വന്നത്. വന്നതല്ല, വരുത്തിയതാണ്. സുഹറയല്ല, നിങ്ങളുടെ ഇക്ക. മനഃപൂർവ്വം ചെക്കനെ പ്രലോഭിപ്പിച്ചു, എന്നെ തോൽപ്പിക്കാൻ, എൻ്റെ മകളിലൂടെ എന്നെ മടക്കിയെടുക്കാൻ. പക്ഷെ അയാൾക്ക് തെറ്റി. എൻ്റെ കണക്കുകൾ പാടെ തെറ്റിച്ചവനാണ് ആ മനുഷ്യൻ. അയാളുടെ കണക്കുകൾ ഒന്നൊന്നായി തെറ്റിക്കുക എന്ന് മാത്രമേ ഇപ്പോൾ എൻ്റെ ലക്ഷ്യത്തിലുള്ളൂ. ഇത്ത, സുഹറയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇന്നലെ ഫോണിൽ രജന മോൾ എന്തോ പറഞ്ഞു. എൻ്റെ മോൻ അപ്പോൾ തളർന്നു വീണതാണ്. പെണ്ണെന്ന് പറയുമ്പോൾ തളർന്നു വീഴുന്നവൻ ആണാണോ? പരാജയപ്പെട്ട് പിന്മാറാതെ നിന്നെ എനിക്ക് വേണമെന്ന് തറപ്പിച്ച് പറഞ്ഞ് സ്വന്തമാക്കുന്നതാണ് ആണത്വം. ആസിയ ഗൗരവത്തിലായി. റഷീദും സുഹറ അമ്പരന്നു പോയി. എന്തിനാണ് നിങ്ങളിപ്പോൾ വന്നത്? അത് പറയൂ. എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്കറിയാം, റഷീദ് പറഞ്ഞു. അതുകൊണ്ട് സുബൈറിന് ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞങ്ങൾ പിന്തിരിപ്പിക്കാനും നോക്കി. ചത്ത് കളയുമെന്നാണ് ചെക്കൻ പറഞ്ഞത്. അതുകൊണ്ട് പേടിച്ചാണ് ഞങ്ങൾ വന്നത്. ഇക്കാടെ കാര്യം ഞങ്ങൾക്കറിയാം. ബന്ധം വിടർത്തിയതും അറിയാം. ബന്ധമില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ നിക്കാഹ് ആലോചിച്ചാൽ ഇത്ത സമ്മതിക്കുമോ? സുഹറയുടെ സ്വരം ദയനീയമായി. എൻ്റെ മോൻ ഡോക്ടറല്ല, എന്നാലും ഒരു പെണ്ണിന് സുഖമായി പോറ്റാനുള്ളത് കിട്ടണുണ്ട്. അവൻ അവളെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. അത്രേ പറയാനുള്ളൂ. ഒന്ന് വന്ന് ചോദിച്ചില്ല എന്നുള്ള കുണ്ഠിതം വേണ്ടാന്ന് കരുതിയിട്ടാ ഞങ്ങൾ വന്നേ. ഇത്ത എന്തു മറുപടി പറഞ്ഞാലും ഞങ്ങൾ മറുത്ത് പറയൂല. പൊയ്ക്കോളാം. ആസിയ ഇരുവരെയും മാറി മാറി നോക്കി. രജന, അവർ അകത്തേക്ക് നോക്കി വിളിച്ചു. രജനയുടെ മുഖം വാതിക്കൽ നീണ്ടു. ഇവർ പറഞ്ഞത് നീ കേട്ടോ? രജന മൗനം. ആ മുഖം വിളറിയിരുന്നു. മിഴികൾ സജലങ്ങളായിരുന്നു. നീ എന്തു പറയുന്നു? ഉമ്മ പറയുന്നത് പോലെ. രജനയുടെ സ്വരം തീരെ നേർത്തിരുന്നു. എന്നുവെച്ചാൽ ഉമ്മയ്ക്കിഷ്ടമില്ലാത്തൊരു ബന്ധത്തിനോട് എനിക്ക് താല്പര്യമില്ല. ഉമ്മയുടെ ശത്രുപക്ഷത്തുള്ള ആളെ സ്നേഹിക്കുമ്പോൾ നീ മറന്നു പോയിരുന്നോ ഈ ഉമ്മയെ? അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്ന ഉമ്മയല്ല ഇപ്പോഴുള്ളത്. അന്ന് ഞാൻ മനസ്സിലാക്കിയ ബാപ്പയുമല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഞാൻ തീരുമാനം മാറ്റിയത്, രജന പറഞ്ഞു. എന്നുവെച്ചാൽ സുബൈറിനോടുള്ള സ്നേഹം നീ ഉപേക്ഷിച്ചു എന്നാണോ? രജന മൗനം. ചോദിച്ചതിന് ഉത്തരം പറയൂ രജന. ആസിയ ഗൗരവത്തിലായി. ഒരാൾ വിചാരിച്ചാൽ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണോ സ്നേഹം? പക്ഷേ എൻ്റെ മനസാക്ഷി പറയുന്നു ഈ തീരുമാനമാണ് ശരിയെന്ന്. ആസിയയ്ക്ക് മനം കുളിർത്തു. തൻ്റെ കഷ്ടപ്പാട്, തൻ്റെ പരിശ്രമം പാഴായിട്ടില്ല എന്ന തോന്നൽ. ഭർത്താവിൽ നിന്നകന്ന് 12 വർഷം മക്കൾക്ക് വേണ്ടി പാടുപെട്ടത് വെറുതെ ആയില്ല. അവർ സത്യം അറിഞ്ഞ് ശരികൾ ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. ആസിയ സുഹറയ്ക്ക് നേരെ തിരിഞ്ഞു. നിങ്ങളുടെ മകൻ ഡോക്ടറല്ല, പക്ഷേ ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവ്, പൊന്നുപോലെ നോക്കാനുള്ള മനസ്സ്, ഇത് രണ്ടും ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഒരു പെണ്ണിന് ആവശ്യം ഔദ്യോഗിക പദവിയല്ല. നിങ്ങൾ പറഞ്ഞത് രണ്ടുമാണെന്ന് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയവളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ മകനിൽ ഒരു യോഗ്യതക്കുറവ് ഞാൻ കാണുന്നില്ല. സുഹറയുടെ മുഖത്ത് തെളിച്ചമുണ്ടായി. റഷീദിനും. നിങ്ങളുടെ സഹോദരനിൽ നിന്ന് ഞാൻ വിടുതൽ നേടി. ഇനി അയാൾ എനിക്ക് ആരുമല്ല, വെറും അന്യൻ. നിങ്ങളും എനിക്കിപ്പോൾ അന്യർ മാത്രം. ആ സ്ഥിതിക്ക് എൻ്റെ മകളെ നിങ്ങൾക്ക് തരുന്നതിൽ ഞാൻ എന്തിനു വിരോധിക്കണം? പരസ്പരം ഒന്നാകാൻ കൊതിക്കുന്ന മനസ്സുകളെ വെട്ടിമുറിക്കാൻ ഞാൻ ആളല്ല. എനിക്ക് സമ്മതം നിക്കാഹ് നടത്താൻ. രജനയ്ക്ക് ആ വാക്കുകൾ കാതിൽ കെസ്സുപാട്ടായി അലയടിച്ചു. പക്ഷേ ഒരു കാര്യം, രജന പഠിക്കുകയാണ്. അവളുടെ ഇഷ്ടത്തിന് പഠിക്കാൻ അനുവദിക്കണം. പഠിത്തം മതി എന്ന് അവൾക്ക് തോന്നുന്നോ അതുവരെ സുബൈർ കാത്തിരിക്കണം. അന്നും അവർക്ക് തമ്മിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ നിക്കാഹ് നമുക്ക് നടത്താം. രജനയുടെ മിഴികളിൽ ആഹ്ലാദം പൂത്തിരി കത്തി. മതി, ഈ വാക്ക് മതി, ഇത്ര മാത്രം മതി. സുഹറയ്ക്ക് സന്തോഷമായി.
റഷീദിനും. രചന, ഇവർക്ക് ചായ കൊണ്ടുവരൂ, ആസിയ പറഞ്ഞു. രചന ചായ എടുക്കാനായി അകത്തേക്ക് ഓടി. ആസിയയുടെ മുഖത്ത് നിറഞ്ഞൊരു സംതൃപ്തി ഉണ്ടായി. പിറ്റേ ദിവസം പുലർച്ചെ രാവിലെ തൻ്റേതായ സാധനങ്ങളെല്ലാം പെറുക്കി അടുക്കി ബ്രീഫ് കേസിൽ വെക്കുകയായിരുന്നു വഹാബ്. കൊണ്ടുവന്ന അത്രയും തന്നെയുണ്ട് തിരികെ കൊണ്ടുപോകാനും. അധികം ഒന്നുമില്ല. വാശിയോടെ ഈ വീടിനുള്ളിൽ താമസം ആരംഭിച്ചു ഓർത്തു. ഇപ്പോൾ പോകുമ്പോൾ വാശിയില്ല, ശത്രുതയില്ല, പകരം അലിവും സ്നേഹവും മാത്രം. ബ്രീഫ് കേസ് അടച്ചു തിരിയുമ്പോഴാണ് വഹാബ് കണ്ടത് പിന്നിൽ രചന. ഓ, രചന എന്താ രാവിലെ? വഹാബ് ചിരിക്കാൻ ശ്രമിച്ചു. സാർ പോവുകയാണല്ലേ? വഹാബ് മറുപടി ചിരിയിലൊതുക്കി. സാർ പോകരുത്, ഞങ്ങളെ തനിച്ചാക്കി പോകല്ലേ സാർ. രചനയുടെ ശബ്ദം പതറി. പോകാതിരിക്കാൻ പറ്റില്ല കുട്ടി, ജോയിനിങ് ടൈം ഇല്ല, ഇന്ന് തന്നെ പോയേ തീരൂ. ഞങ്ങൾക്ക്, എൻ്റെ ഉമ്മയ്ക്ക് പിന്നെ ആരുണ്ട് സാർ? എന്താ മോളെ ഇങ്ങനൊരു ചോദ്യം? ശാസന പോലെ വഹാബ് പറഞ്ഞു. നിങ്ങൾ രണ്ടും മക്കളില്ലേ? അനീസയുടെ ഭർത്താവ് നല്ല പയ്യനാണല്ലോ, സ്നേഹമുള്ള കൂട്ടത്തിലല്ലേ? ശരിയാണ് സാർ, പക്ഷേ ഉമ്മയുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന സ്നേഹം, ഒരു കൂട്ട് ഒക്കെ കൊടുക്കാൻ എനിക്കോ താത്തയ്ക്കോ ജലാലിക്കോ കഴിയുമോ? എന്താ രചന നീ പറയുന്നത്? സാറിന് മനസ്സിലായ അർത്ഥത്തിൽ തന്നെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പാടില്ല കുട്ടി, വഹാബ് ശബ്ദം താഴ്ത്തി. അത് പാടില്ല. എന്തുകൊണ്ട്? ഒരു ഭർത്താവായിരുന്നു ഞാൻ. ആരിഫയുടെ മരണത്തിന് മുമ്പും ഒരു പുനർവിവാഹത്തിന് തടസ്സമുണ്ടായിരുന്നില്ല. 14 വർഷത്തിലേറെ ഒറ്റയ്ക്ക് കഴിഞ്ഞു. ആ ജീവിതം ഇപ്പോൾ പരിചിതമായിരിക്കുന്നു. ഇനി ഒരു മാറ്റം, അതും ഈ വൈകിയ സമയത്ത്. വഹാബിൽ വിഷാദം കലർന്നിരുന്നു. അപ്പോൾ സാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? രചന തുറന്നു ചോദിച്ചുപോയി. വഹാബ് മൗനമായി ഒരു നിമിഷം നിന്നുപോയി. ഉണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ അത് കള്ളമാവും കുട്ടി. ഇപ്പോഴും അങ്ങനെയൊന്നും ഉള്ളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് എനിക്ക്. പക്ഷെ ഒന്ന് തീർച്ചയുണ്ട്, ഈ പ്രായത്തിൽ ഇനി ഒരു പുതിയ ജീവിതം. ആളുകൾക്ക് മുമ്പിൽ 2 നോക്കുകുത്തികൾ, ഒരു സംസാരം, ഒന്നും വയ്യ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാർ. അഥവാ ഉണ്ടായാൽ തന്നെ നമ്മൾ എന്തിനത് വകവെക്കണം? ആളുകളുടെ നോട്ടത്തെയും സംസാരത്തെയും ഭയക്കണം. എങ്കിലേ നല്ല സംസ്കാരം വളർത്താനാവും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. സാർ, എൻ്റെ ഉമ്മ ആകെ തളർന്നു. ഇന്നലെ വന്നപ്പോൾ മുതൽ ആഹാരം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടേ ഇല്ല. എനിക്ക് ആ സങ്കടം കണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല സാർ. ഉമ്മ ഇത് ആഗ്രഹിക്കുന്നുണ്ടാവും. എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് വേണ്ടി മറ്റെല്ലാം മറക്കാൻ തയ്യാറായ ഉമ്മയുടെ മനസ്സ് വൈകിയാണെങ്കിലും ഞാനും മനസ്സിലാക്കണ്ടേ സാർ? പക്ഷേ രചനയുടെ ഉമ്മ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല സാർ. അത് അവരുടെ മര്യാദ. നല്ല സംസ്കാരം, അതേ മര്യാദയും നല്ല സംസ്കാരവും എന്നെയും വിലക്കുന്നു സാർ. രചനയ്ക്ക് ഉമ്മനീർ വിക്കി. രചനയ്ക്ക് ഒരു തത്വം അറിയാവോ? അവൾ നോക്കി. ഇപ്പോൾ എനിക്കും രചനയ്ക്കും രചനയുടെ ഉമ്മയ്ക്കും ഒക്കെ ഉള്ളിൽ വിങ്ങുന്നൊരു വികാരം, ഈ ആകർഷണം, ഈ സ്നേഹം, ഇതൊന്നും ഇത്രയും കൂടിയ അളവിൽ ഞങ്ങൾക്കിടയിലുള്ള അതിർത്തി ലംഘിക്കപ്പെട്ടാലുണ്ടാവില്ല. അപ്പോഴുണ്ടാകുന്ന വികാരങ്ങളെ അധികാരവും അവകാശവും കീഴടക്കും. എനിക്കിഷ്ടം അതിർത്തിക്കിപ്പുറത്ത് നിന്നുള്ള ഈ ആകർഷണമാണ്. ഇതെന്നും എൻ്റെ നെഞ്ചിലുണ്ടാവും എന്നും. വഹാബ് തുടർന്നു. അനീസയ്ക്കോ രചനയ്ക്കോ ആസിയയ്ക്കോ മേലിൽ എന്താവശ്യം എന്നെ കൊണ്ട് നേരിട്ടാലും അറിയിക്കുക. എവിടെ ആയിരുന്നാലും ഇതേ വികാരത്തോടെ ഞാൻ ഓടി വരും. പോരെ? രചനയുടെ മിഴികൾ തുളുമ്പിപ്പോയി. വഹാബിൻ്റെയും. 1/2 മണിക്കൂർ കഴിഞ്ഞു. അനീസ മനസ്സിലിൻ്റെ സിറ്റൗട്ടിൽ ആസി നിന്നു. രചനയും ഒരു ചെറിയ ബ്രീഫ് കേസും തൂക്കി ഗേറ്റ് കടന്ന് വഹാബ് വഴിയിലെത്തി. ഇരുവരെയും നോക്കി. മൂവർക്കും ശബ്ദം പുറത്തേക്ക് വന്നില്ല. മിഴികൾ കൊണ്ടയാൾ യാത്ര ചോദിച്ചു. പിന്നെ അവരിൽ നിന്ന് അയാൾ അകന്നകന്നു പോയി. റുമാൽ എന്ന നോവൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.